5 നേരവും ഓരോ വക്തിലും നമ്മൾ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ ഞങ്ങൾ നീ ചൊവ്വായ വഴിയിൽ ചേർക്കണേ അല്ലാ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ ചൊവ്വായ വഴിയിലല്ലേ ഉള്ളത്? നമ്മളിപ്പോൾ ശരിയായ മാർഗത്തിലല്ലേ ഉള്ളത്? പിന്നെ എന്തിനാ അള്ളാഹിനോട് ഹിദായത്ത് ചോദിക്കുന്നത്? എൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി മനസ്സിലായോ? നമ്മൾക്കിപ്പോൾ ഇന്ന സ്ഥലത്തേക്കുള്ള വഴി ഏതാ നമ്മൾ എപ്പോഴാണ് ചോദിക്കുക? നമ്മൾ ആ വഴിയിലല്ലെങ്കിലാണ് നമ്മൾ ചോദിക്കുക. നമുക്ക് കൃത്യമായി നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ വണ്ടി നിർത്തിയിട്ട് എൻ്റെ വീട്ടിലേക്കുള്ള വഴി ഏത്, അല്ലെങ്കിൽ ഇന്ന ഷോപ്പിലേക്കുള്ള വഴി ഏതാ നമ്മൾ ചോദിക്കാറില്ല. പക്ഷേ നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ വിശ്വസിക്കുന്നത് നമുക്കൊക്കെ ഹിദായത്ത് ലഭിച്ചു എന്നാണ്. പക്ഷേ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചോദിക്കുന്നത് പടച്ചോനെ ശരിയായ വഴിയിൽ ഞങ്ങളെ ചേർക്കണമല്ലോ. അപ്പോൾ നമ്മൾ ശരിയായ വഴിയിലല്ലേ? സത്യത്തിൽ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞങ്ങളിപ്പോൾ ഹിദായത്തിൻ്റെ പുറത്താണ് ഉള്ളത്, ഞങ്ങളെ ഹിദായത്തിൻ്റെ വഴിയിൽ ചേർക്കണേ എന്നതിൻ്റെ അപ്പുറത്ത് അള്ളാഹു നീ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകി, ഈ ഹിദായത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ എന്നാണ്. കാരണം നമ്മൾ എപ്പോഴാണ് നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചു, അല്ലെങ്കിൽ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ മുഅ്മിനായിട്ട് തന്നെയാണ് ജീവിതം നയിച്ചതെന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? അവസാനം നമ്മുടെ ഖാത്തിമ, ഈ ഭൂമി ലോകത്തിൽ നിന്ന് നമ്മൾ വിട പറയുന്ന സമയം വിശ്വാസത്തോടു കൂടി പോകുമ്പോഴാണ് നമ്മൾ ശരിയായ മുഅ്മിനായി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിൻ്റെ അർത്ഥം പടച്ചവനെ ഞങ്ങൾക്ക് നീ ഹിദായത്തിൻ്റെ നീ നൽകിയ ഈ മാർഗത്തിൽ ഞങ്ങൾക്ക് നീ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാ. അപ്പോൾ അല്ലാഹു തആല ഇവിടെ നമ്മളെ അല്ലാഹു വിനയാണ് പഠിപ്പിക്കുന്നത്. ഹിദായത്ത് ഇത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്, ആണല്ലോ, ഇത് അല്ലാഹുവിൻ്റെ നിഅമത്താണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ കൂടി അല്ലാഹു നമ്മളെ കൊണ്ട് ദുആ പഠിപ്പിച്ചത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തിനെ നീ തെറ്റിച്ച് കളയല്ലേ അല്ലാ. ബഅദ ഇദ് ഹദൈതന നീ വഴി കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങൾക്ക് തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാ. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഒക്കെ പിന്നെ ഫാത്തിഹ ഓതിക്കഴിഞ്ഞിട്ട് മഗ്രിബ് നിസ്കാരത്തിൽ 3-ാമത്തെ റക്അത്തിൽ ഒച്ചത്തിൽ ഓതൽ സുന്നത്തില്ലല്ലോ. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ പതുക്കെ ഈ ആയത്ത് ഓതുമായിരുന്നു എന്ന് തഫ്സീറുകളിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഖുർആൻ ഷരീഫ് തന്നെയുള്ള ആയത്താണിത്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതന. എത്രയോ ഹദീസുകളിൽ നമുക്ക് കാണാം അല്ലേ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചവനെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശരിയായ ദിശയിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകും, തിന്മകളിലേക്ക് പോകും, വേണ്ടാത്തരങ്ങളിലേക്കൊക്കെ ചിന്ത പോകും. പക്ഷേ ആ പോകുന്ന സന്ദർഭങ്ങളിലൊക്കെ നീ ഖൈറിൻ്റെ മാർഗത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. അപ്പോൾ നമ്മൾ അവകാശവാദമല്ല, ഞാൻ ഹിദായത്തിലായി ഇനി എനിക്ക് പേടിക്കാനൊന്നുമില്ല, ഞാൻ ഈ ഇതിൽ തന്നെ അങ്ങ് ഉറച്ചു പോവും എന്നൊന്നും നമുക്ക് ധൈര്യത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ അള്ളാഹുവിന് മുമ്പിൽ നമ്മൾ വിനയാന്യതരാകണം. പഠിച്ചവനെ നീ നൽകിയതാണ് നിഅമത്താണ് ഈമാൻ, നീ നൽകിയതാണ് ഹിദായത്ത്, ഇത് അവസാന സമയം വരെ നീ നമുക്ക് നൽകണം. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അസ്സിറാത്തുൽ മുസ്തഖീം ശരിയായ മാർഗത്തിൽ ഞങ്ങളെ ചേർക്കണം. ഏതാണ് ഈ ശരിയായ മാർഗം? ഏതിനെയാണ് നമ്മൾ ശരിയായ മാർഗമായി നമ്മൾ സ്വീകരിക്കേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ആമുഖത്തിൽ തന്നെ അള്ളാഹു അത് വ്യക്തമായി പറയുകയുണ്ടായി. എല്ലാവരും പറയുന്നത് ഞങ്ങളാണ് വിജയത്തിൻ്റെ ആളുകൾ, ഞങ്ങളാണ് ഹക്കിൻ്റെ ആളുകൾ, ഞങ്ങളാണ് ശരിയുടെ ആളുകൾ എന്ന് പറയുമ്പോൾ അള്ളാഹു തആല അവിടെ ഒരു മാനദണ്ഡം അള്ളാഹു പറയാണ്. ഏതാണ്? അസ്സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. പഠിച്ചവൻ ഏതാണ് ഈ വഴി, ശരിയായ മാർഗം? അൻഅംത അലൈഹിം, നീ ആർക്കൊക്കെ നിഅമത്ത് ചെയ്തിട്ടുണ്ടോ, നീ ഈ ലോകത്ത് അനുഗ്രഹം ചെയ്തു എന്ന് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടോ, ആ ആളുകൾ സഞ്ചരിച്ചൊരു മാർഗമുണ്ടല്ലോ, അവരുടെ മാർഗമുണ്ടല്ലോ, ആ മാർഗത്തിലാണ് നീ എന്നെ സഞ്ചരിപ്പിക്കേണ്ടത്. ആരാണ് അല്ലാഹു തആല അനുഗ്രഹം ചെയ്ത ആളുകളുടെ വഴി എന്ന് പറയുന്നത്? അത് അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ. ആരൊക്കെയാണത്? പ്രവാചകന്മാരാണ്. വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളാണ്. വശുഹദാ, ശുഹദാക്കളാണ്. വസ്സാലിഹീൻ, സാലിഹീങ്ങളാണ്. അപ്പോൾ ഇവരൊക്കെ സഞ്ചരിച്ചു പോയ ഒരു മാർഗമുണ്ട്. ദീനീ വിഷയങ്ങളിൽ ഇവരൊക്കെ സഞ്ചരിച്ചു പോയ മാർഗത്തിലും വഴിയിലുമാണ് അള്ളാഹു അനുഗ്രഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വഴിയിൽ കൂടി ഞങ്ങൾക്ക് നടക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ആരെ നമ്മളെ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ്? അല്ലാഹു തആല ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ ഹക്കിൻ്റെ ആളുകളാണെന്ന് വാദിക്കുമ്പോൾ, നമ്മൾ മാത്രമാണ് ഹക്കിൻ്റെ ആളുകളെന്ന് വാദിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ ദീനുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഈ പറയപ്പെട്ടതുപോലെയുള്ളവരുടെ മാർഗത്തിനനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്,
എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് സമാധാനിക്കാം, നമ്മൾ ആരെ മാർഗത്തിലാണ് ഉള്ളത്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നബിമാരുടെ മാർഗത്തിലാണുള്ളത്. നബിമാർ ചെയ്ത കാര്യം, സഹാബാക്കൾ ചെയ്ത കാര്യം, താബീങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അൻഅംത അലൈഹിൻ്റെ മാർഗത്തിലാണുള്ളത്. അല്ലെങ്കിൽ നമുക്ക് വഴികേടിലായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് അല്ലാഹു തആല നമ്മളോട് തന്നെ ആരുടെ മാർഗത്തിലായി പോകരുത് എന്നും കൂടി അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപം ലഭിച്ച ആളുകളുടെ മാർഗത്തിലല്ല പടച്ചവനെ നീ എന്നെ ചേർക്കേണ്ടത്. അതുപോലെ വലദ്ദാല്ലീൻ, നിന്റെ മാർഗത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ആളുകൾ, അവരുടെ മാർഗത്തിലുമല്ല പടച്ചവനെ നീ എന്നെ ചേർക്കേണ്ടത്. അപ്പോൾ രണ്ട് വിഭാഗത്തിന് അല്ലാഹു തആല പറഞ്ഞു. പിഴച്ച രണ്ട് വിഭാഗത്തിനെയും സത്യത്തിൻ്റെ ഒരു വിഭാഗത്തിനെയും പറഞ്ഞു. സത്യത്തിൻ്റെ വിഭാഗത്തിന് അള്ളാഹു ഉപയോഗിച്ച പദം എന്താണ്? അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവർ. പിഴച്ച രണ്ട് കക്ഷികൾ അള്ളാഹു അങ്ങനെയാണ് ഉപയോഗിച്ചത്. ഒന്ന് മഗ്ലൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചവർ. രണ്ട് വലദ്ദാലീൻ, വഴിയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ. അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ കോപം ലഭിച്ച ആളുകൾ അല്ലെങ്കിൽ വഴിതെറ്റിപ്പോയ ആളുകൾ എന്ന് പറയുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മുഫസ്സിറുകളൊക്കെ പല റിപ്പോർട്ടുകൾ കൊണ്ടുവന്നിട്ട് അവസാനം ഇതിനൊരു തീർപ്പ് പറയുന്നത് ഹുമുൽ യഹൂദ് വന്നസാറ. ഈ മഗ്ലൂബി അലൈഹിം എന്ന് പറയുന്നത് അത് യഹൂദികളാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകപ്പെട്ട തൗറാത്ത്, ആ തൗറാത്തിൻ്റെ പിന്മുറക്കാരാണല്ലോ അഹ്ലുൽ കിതാബ്, യഹൂദികളെന്ന് പറയുന്നത്. അഹ്ലുൽ കിതാബിൽ ഇഞ്ചീലിൻ്റെ ആളുകളും വരും. അതിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് യഹൂദികളാണ്. എന്തുകൊണ്ട് യഹൂദികൾ എന്ന് പറയുന്ന വിഭാഗം അല്ലെങ്കിൽ യഹൂദിയത്ത് അള്ളാഹുവിൻ്റെ ഗളബിന് വിധേയമായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വിധേയമായി പോയത്? യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അൽ യഹൂദു ഫഖദു അൽ അമല, അവർക്ക് ഇൽമ് കിട്ടി, അവർ ഇൽമ് സ്വീകരിച്ച് അവർക്ക് വിവരമുണ്ടായിരുന്നു. തൗറാത്തുമായി ബന്ധപ്പെട്ട നല്ല വിവരവും ധാരണയും അവർക്കുണ്ടായി. പക്ഷെ ഫഖദുൽ അമല, അവർ അതനുസരിച്ച് അമൽ ചെയ്തില്ല. തൗറാത്തിലുള്ള പല നിയമങ്ങളെയും മാറ്റിമറിച്ചു. അവരുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ട് അവർ ഹറാമുകളെ ഹലാലാക്കുകയും ഹലാലുകളെ ഹറാമാക്കുകയും ചെയ്തു. അല്ലേ? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പശുക്കുട്ടി ആരാധിക്കുന്നതിൽ വരെ അവരെത്തിപ്പോയി. ഏത് വിഭാഗം? മൂസാ നബിയുടെ കൂടെ സഞ്ചരിച്ച വിഭാഗം. അപ്പോൾ യഹൂദിയത്തിന് അവർക്ക് ഒരു വിഭാഗത്തിന് വഴികാട്ടാനുള്ള ഏറ്റവും വലിയ ഉപാധിയാണല്ലോ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വേദഗ്രന്ഥം എന്ന് പറയുന്നത്. ആ വേദഗ്രന്ഥം കിട്ടിയിട്ടും അവർ വഴിതെറ്റിപ്പോയി. ഇതാണ് യഹൂദിയത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ കോപം കിട്ടാനുള്ള കാരണം. ഖുർആൻ ഷരീഫ് തന്നെ ആ പരാമർശം കാണാൻ വേണ്ടി സാധിക്കും. മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി എന്നൊക്കെ പറയുന്നത് കാണാം. മറ്റൊന്നെന്താണ്? അവർ പ്രവാചകന്മാരെ വധിച്ചു. ഒരുപാട് പ്രവാചകന്മാരെ അവർ വധിച്ചു കളയുണ്ടായി. ദാലിക ബിഅന്നഹും കാനു യക്ഫുറൂന ബിആയാതില്ലാഹി വയഖ്തുലൂന നബിയ്യീന ബിഗൈരി ഹഖിൻ. അന്യായമായി അവർ ഒരുപാട് പ്രവാചകന്മാരുടെ, അള്ളാഹുവിൻ്റെ ദൂതന്മാരെ അവർ വധിച്ചു കളയുകയുണ്ടായി. ഇതാണ് യഹൂദിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യഹൂദിയത്ത് നമ്മളിലുണ്ടോ എന്ന് അങ്ങനെ മനസ്സിലാകൽ. ഇപ്പോൾ നമ്മളൊന്ന് യഹൂദി ആക്കല്ലേ എന്ന് പറഞ്ഞാൽ സോക്കോൾഡ് ജൂസത്തിലേക്ക് അല്ലെങ്കിൽ യഹൂദിയത്തിലേക്ക് പോയിട്ട് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ലോ. അങ്ങനെ എടുക്കുമ്പോൾ അവൻ 100% മഗ്ലൂബി അലൈഹിയായി, 100% അള്ളാഹുവിൻ്റെ കോപം ലഭിച്ചവനായി. ഇനി നമ്മളിൽ യഹൂദിയത്തിൻ്റെ അംശമുണ്ടോ? നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതിപ്പോൾ പറയുമ്പോൾ പല ആളുകളും ചിലപ്പോൾ വിമർശിക്കാൻ സാധ്യതയുണ്ട്. കണ്ട, ഇസ്ലാം പിന്നെ ഫാത്തിഹ ഓതുമ്പം തന്നെ വർഗീയതയാണ് പറയുന്നത്, ആൻറ്റിസെമിറ്റിസം അല്ലേ? യഹൂദികളോട് ചരിത്ര കാലം മുതലേ ഉണ്ടായ, ജൂസിനോടുണ്ടായ ഒരു ചരിത്ര വിരോധമുണ്ടായിരുന്നു അല്ലേ? ഇന്നും അവർ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങൾക്ക് അവർ പറയുന്ന കാര്യം അതാണ്. ഞങ്ങൾ ചരിത്രകാലം മുതലേ ഞങ്ങളെന്താണ് അവഗണിക്കപ്പെട്ട വിഭാഗമാണ്, എല്ലാ നാടുകളും നാട്ടി ഓടിക്കപ്പെട്ടു. കണ്ട, അപ്പോൾ ഇസ്ലാമും പഠിപ്പിക്കുന്നത് മഗ്ലൂബി അലൈഹിയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? യഹൂദിയത്താണ് പ്രശ്നം. യഹൂദിയത്ത് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. യഹൂദിയത്ത് എന്ന് പറയുന്നൊരു ചിന്താധാരയുണ്ട്. ആ ധാരയാണ് പ്രശ്നം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് യഹൂദികൾ എന്ന് പറയുന്ന വ്യക്തികളോട് നമുക്ക് ഈ പറഞ്ഞ അമർഷം, വിദ്വേഷം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ യഹൂദികൾ ഇസ്ലാമിൻ്റെ കീഴിലുണ്ടായിട്ടുണ്ട്. പല ഇസ്ലാമിക് ജിഹാദി മൂവ്മെൻറ്റുകളിലും ഇസ്ലാമിൻ്റെ സൈനിക നീക്കങ്ങളിലും ഒക്കെ യഹൂദികൾ ഇസ്ലാമിൻ്റെ കീഴിൽ വന്നിട്ടില്ലേ? എന്താ നബിതങ്ങൾ അവരോട് സ്വീകരിച്ച നടപടി? നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ, നിങ്ങൾ അവിടെ താമസിച്ചോളൂ. ഇപ്പോൾ ഭരണപരമായി നമ്മൾ നീക്കുപോക്ക് നടത്തുമ്പോൾ ചില നിയമവശങ്ങളിൽ നിങ്ങൾ ടാക്സ് അടക്കണം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നിങ്ങളനുസരിച്ച് ജീവിച്ചോളൂ. അല്ലെങ്കിൽ ഇവരെ മറ്റു വിഭാഗക്കാരൊക്കെ ചെയ്തതുപോലെ തച്ചൊടച്ച് വാർത്തെടുക്കാമല്ലോ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് പിടിച്ചെടുക്കുന്ന സന്ദർഭത്തിൽ മറ്റുമൊക്കെ ഈ യഹൂദികളുമായിട്ട് തന്നെയാണ് കരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് യഹൂദിയത്ത് എന്ന ആശയത്തിനാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയതയായി പോകും, യഹൂദികളായിട്ടുള്ള എല്ലാ ആളുകളും, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ മുസ്ലിം ആയിരിക്കെ തന്നെ എൻ്റെ ഉള്ളിൽ യഹൂദിയത്തുണ്ടോ എന്നങ്ങനെ മനസ്സിലാക്കൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്, ശറവുമായി ബന്ധപ്പെട്ട അറിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയ ശറഇൻ്റെ നിയമത്തിനെ മാറ്റിമറിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് എങ്കിൽ അത് യഹൂദിയത്തിൻ്റെ സ്വഭാവമാണ്. മറ്റൊരു സ്വഭാവം എന്താണെന്നറിയാം യഹൂദിയത്തിൻ്റെത്? അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഇവർ ഹലാലാക്കും. അല്ലാഹു തആല ഹറാമാക്കിയതിനെ ഇവർ ഹലാലാക്കി. ഇത് യഹൂദിയത്തിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ നമ്മളുള്ളിൽ അങ്ങനെ ഉണ്ടോ? വ്യക്തിപരമായി, സാമൂഹികമായി, സംഘടനാപരമായി അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കാനുള്ളൊരു ടെൻഡൻസി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, എവിടെയോ നമ്മുടെ രക്തത്തിൽ ജൂദായിസം കടന്നുകൂടിയിട്ടുണ്ട്. വലല്ലാലീൻ. രണ്ടാമത് നമ്മൾ പറയാണ്, പഠിച്ചവനെ പിഴച്ച ആളുകളിൽ നിന്നും, വഴി ഇങ്ങനെ പോയിട്ട് തെറ്റിപ്പോയ ആളുകൾ, ഇവരെ കൂട്ടത്തിലും ഞങ്ങളെ നീ പെടുത്തിക്കളയല്ലേ അല്ലാ. ഇത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ആശയമാണ്, നസ്രാനിയത്താണ്, നസാറ. എന്താ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത്? അവർ ബൗണ്ടറി ക്രോസ് ചെയ്തു. അള്ളാഹു വരച്ച ബൗണ്ടറി എന്ത് ചെയ്തവർ ക്രോസ് ചെയ്തു. യഹൂദിയത്തോ എത്തേണ്ട ഒരു ബൗണ്ടറി ഉണ്ടല്ലോ, അവിടെ പോലും എത്തിയില്ല. ഒരു സിമ്പിൾ ഉദാഹരണം പറയാം, നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ളുഹർ എത്ര റക്അത്ത്? 4 റക്അത്ത്. ഒരാൾ ളുഹർ പറയാണ് ഞാൻ 2 റക്അത്ത് നിസ്കരിക്കും, 4 നിസ്കരിക്കാൻ കഴിയില്ല. അയാൾ എന്ത് ചെയ്തു? ശറഇനെ ചുരുക്കി. ഇത് യഹൂദിയത്തിൻ്റെ സ്വഭാവമാണ്. കൊടുത്ത പരിധിയിൽ പോലും എന്ത് ചെയ്യില്ല, നിൽക്കൂല. നസ്രാനിയത്ത് എന്ന് പറയുന്നത് ഒരാൾ 6 റക്അത്ത് നിസ്കരിക്കുകയാണ്, അയാൾ പറയുന്നത് മകൻ ളുഹർ 6 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ അയാൾ എന്താ ചെയ്തത്? അതിര് വിട്ടു. രണ്ടും പ്രശ്നമാണ്. അപ്പോൾ എവിടെ അള്ളാഹു വരമ്പ് ഇട്ടിട്ടുണ്ടോ, എവിടെ അള്ളാഹു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ നമ്മൾ നിൽക്കണം. നസറാനിയത്തിന് സംഭവിച്ച പ്രശ്നം എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർക്ക് നൽകി. യഹൂദിയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിശിതമായി വിമർശിച്ചു, ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. ഇന്നും അത് തുടരുന്നു. ഇന്നും അവരത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അവർ പരസ്പരം അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ ഒരു പ്രവാചകനെ കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? അള്ളാഹു തആല പറഞ്ഞു, ഇത് പ്രവാചകനാണ് കേട്ടോ, ഇതാരല്ല, ദൈവമല്ല, ദൈവപുത്രമല്ല, ഒന്നുമല്ല, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി അയച്ച പ്രവാചകനാണ്. നിങ്ങൾ ആ പ്രവാചകൻ പറഞ്ഞതുപോലെ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. യഹൂദിയത്ത് അതിൽ അതിര് കവിഞ്ഞു. പറഞ്ഞ് എന്തായി മാറി? ചിലർ പറഞ്ഞു ലഖദ് ഗഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ട്രിനിറ്റിയിലേക്ക് അവർ പോയി. അതിൻ്റെ ഒരു ഭാഗമാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു. ചില ആൾ പറഞ്ഞു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, ഈസാ നബി തന്നെയാണ് അള്ളാഹു എന്ന് ചില ആളുകൾ പറയുണ്ടായി. ചില ആളുകൾ പറഞ്ഞു മസീഹ് ഇബ്നുല്ലാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞു. അപ്പോൾ പരിധി ലംഘിക്കുക, നിശ്ചയിച്ച അതിർത്തിക്കും അപ്പുറത്തേക്ക് നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് നസറ ളാലിൻ്റെ സ്വഭാവമാണത്. പിന്നെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ നമുക്ക് നൽകിയ സുന്ദരമായ ശരീഅത്തിൽ ഹലാലാക്കിയ ഒരുപാട് കാര്യങ്ങളെ ഇവർ ഹറാമാക്കി. നസ്രാനിയത്തിൻ്റെ സ്വഭാവമാണ് ഹലാലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഹറാമാക്കുക. ഇത് നമ്മളിലുണ്ടെങ്കിൽ, ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ട്, അങ്ങനെ സൂക്ഷ്മത കൂടിയിട്ട് ഹലാലിനെ എന്ത് ചെയ്തളയും? ഹറാമാക്കി കളയും. ഇത് അഹ്ലി കിതാബിൻ്റെ സ്വഭാവമാണ്. നിങ്ങൾ നോക്കൂ, ഇസ്ലാം വിവാഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു, വിവാഹം കഴിക്കണം എന്നാണ് പറഞ്ഞത്. നമ്മളൊരു പഠനം എന്നുള്ള നിലക്ക് നമ്മൾ പറയാണ്, എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ അടുത്ത ആളാകണമെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? കല്യാണം കഴിക്കാൻ പാടില്ല. ഇതാര് പഠിപ്പിച്ചു? ഇതാരാണ് പഠിപ്പിച്ചത്? അപ്പോൾ ഹലാലാക്കിയ കാര്യത്തിനെ ഹറാമാക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ എന്തോ ഒരു വ്യക്തിപരമായ കുടുംബപരമായ ഒരു വിഷയം വന്ന സന്ദർഭത്തിൽ തേന് കുടിക്കലൊക്കെ ഹലാലാണല്ലോ, എന്തോ ഒരു വിഷയം വന്നപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ തേൻ കുടിക്കുന്നില്ല. അതിന് പ്രത്യേക ഒരു സാഹചര്യ സന്ദർഭമുണ്ട്, അതെല്ലാം കൂടി പറയാൻ നമുക്ക് സമയമില്ല, പിന്നെ എപ്പോഴും നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ തേൻ കുടിക്കുന്നില്ല. ഉടനെ അള്ളാഹു ഇടപെട്ടിട്ട് ചോദിച്ചു, യാ അയ്യുഹൻ നബിയു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്ന കാര്യത്തിൽ നിങ്ങൾ എന്തിനാ ഹറാമാക്കുന്നത് നബിയെ? രണ്ടും പാടില്ല. ഹറാമിന് എന്ത് ചെയ്യാൻ പാടില്ല? ഹലാലാക്കാൻ പാടില്ല. ഹലാലിന് എന്ത് ചെയ്യാനും പാടില്ല? ഹറാമാക്കാനും പാടില്ല. രണ്ടും പ്രശ്നം തന്നെയാണ്. ഇതാണ് ഇവർക്ക് രണ്ടുപേർക്കും സംഭവിച്ച അബദ്ധം.
അടിസ്ഥാനപരമായി വിശ്വാസങ്ങളിൽ സംഭവിച്ചു, അനുഷ്ഠാനങ്ങളിൽ സംഭവിച്ചു, കൊടുക്കൽ വാങ്ങലുകളിൽ സംഭവിച്ചപ്പോൾ ഒരു വിഭാഗം അള്ളാഹുവിൻ്റെ കോപത്തിനിരയായി, ഒരു വിഭാഗം പിഴച്ചു പോവുകയും ചെയ്തു. അള്ളാഹു താല നമ്മോട് പറയാണ്, ഈ രണ്ട് വിഭാഗത്തിലും പെട്ടവരാകരുത് നിങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ ഇവരിലേക്ക് പോവുക എന്നല്ല ഈ പറയുന്നതിൻ്റെ ധാരണ. നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ ചിന്തകളിലുമൊക്കെ ഈ ഒരു അർത്ഥത്തിൽ അതിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഇപ്പോൾ അത് ഹറാമാണെങ്കിൽ ഇടയ്ക്ക് നമുക്ക് പ്രശ്നം, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുക, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ആരെയാണ് നമ്മൾ ഉള്ളിലേക്ക് കുടിയിരുത്തുന്നത് എന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാണ്. അല്ലാതെ നമുക്ക് ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് വലിയൊരു വിഷയം തന്നെയാണ്, ഹിദായത്തിൽ നമുക്ക് ഇസ്തിഖാമത്ത് കിട്ടുക എന്നുള്ളത്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. പഠിച്ചവനെ മരണം വരെ എന്നെ നീ ഹിദായത്തിൽ ഇസ്തിഖാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹ് നമുക്ക് നൽകട്ടെ. ആ പേടി നമുക്ക് ഉണ്ടാകണം, ആ ഖൗഫ് നമുക്കുണ്ടാകണം. ബഹുമാനപ്പെട്ട താബിഈങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ സഹാബാക്കളിൽപ്പെട്ട 70ഓളം ആളുകളെ ഒരു താബി പറയാൻ, ഞാൻ 70ഓളം ആളുകളെ നേരിട്ട് കണ്ടിട്ടുണ്ട്. താബി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, സഹാബിയെ കണ്ട ആളാണല്ലോ. അവരൊക്കെ അവരെപ്പറ്റി ഒരു ഭീതി ഉണ്ടായിരുന്നു. എന്താ ഭീതി? ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, പക്ഷെ അത് പരിപൂർണമായിട്ടുണ്ടോ, ആ വിശ്വാസത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്ന ഒരു ഭീതിയും, ഞങ്ങളുടെ വിശ്വാസം ആ അള്ളാഹു ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിയിട്ടില്ലേ എന്നൊരു ചിന്തയും ആലോചനയും പുനർവിചിന്തനവും ഒക്കെ അവരുള്ളിലുണ്ടായിരുന്നു. നമ്മളെ അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മളിപ്പോൾ എങ്ങനെയാണെന്നറിയുക, നമ്മളുടെ ഈമാൻ്റെ വിഷയത്തിൽ, നമ്മുടെ ഹിദായത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഭയങ്കര തുമനീനത്തിലാണ്. നമ്മളാണ് ശരിയുടെ വക്താക്കൾ, ബാക്കി എല്ലാ ആളുകളും തെറ്റിലുള്ളവർ, പിഴച്ച ആളുകൾ. പക്ഷേ ശരിയായൊരു വിശ്വാസത്തിൻ്റെ ചിന്ത എന്തായിരിക്കും? നമ്മളിപ്പോൾ നമ്മുടെ ഉലമാക്കൾ, നമ്മുടെ ഹദീസിൻ്റെ പണ്ഡിതന്മാർ, മുഫസ്സിറുകളൊക്കെ പറയുന്ന കാര്യം എന്താ? ഒരു മനുഷ്യനെ പോലും നമ്മൾ കാണുമ്പോൾ അയാളെ നമ്മൾ നിസ്സാരമാക്കണ്ട. ചിലപ്പോൾ അയാൾ മദ്യപിച്ച് നടക്കുന്ന ആളായിരിക്കും, പക്ഷെ നമുക്കറിയില്ല ഈ മനുഷ്യൻ ചിലപ്പോൾ മരണത്തിൻ്റെ ഒരു ദിവസം മുമ്പെങ്കിലും അയാളെ ജീവിതത്തിൽ ചിന്തകൾ മാറി അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിന് ഇഷ്ടക്കാരനായേക്കാം. പക്ഷെ എൻ്റെ കാര്യം എന്താവും? ഈ ഭയമാണ് നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ കാര്യം എന്താവും പഠിച്ചവനെ? ഞാൻ സലാമത്തോടു കൂടി ദുനിയാവിൽ പോവുമോ? എനിക്ക് ഹിദായത്ത് കിട്ടുമോ? അല്ലാതെ എൻ്റെ വിഷയത്തിൽ ഭയങ്കര ഒരു ഉറപ്പും തുമനീനത്തും ബാക്കി എല്ലാവരും, ബാക്കി ഓരും കണക്കന്നെ, ആ പാർട്ടിക്കാരനും കണക്ക്, ഈ ഗ്രൂപ്പുകാരനും കണക്ക്, ഈ പാർട്ടിക്കാരനും കണക്ക്, പക്ഷെ ഞാൻ ഭയങ്കര പെർഫെക്റ്റാണ് എന്ന് പറയുന്നത് അത് അപകടത്തിലേക്കുള്ള സൂചനയാണ്. അള്ളാഹു നമുക്ക് ആ ഒരു ചിന്ത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.